ആഷിഖ് അബു ആണഹന്ത കടപുഴകിയോ എന്നാണ് ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ. അമ്മയുടെ ഒരു സ്ട്രക്ചർ വളരെ പാട്രിയാർക്കലായ നമ്മുടെ സമൂഹത്തെ കൃത്യമായി പ്രതിബിംബിക്കുന്ന തരത്തിലായിരുന്നു. അതിൻ്റെ നടപടികളും അങ്ങനെയായിരുന്നു. അമ്മയെ സംബന്ധിച്ച് പുതിയ കാലത്തിന് അനുസൃതമായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ജഗദീഷ് എടുത്തിട്ടുള്ള നിലപാട് വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ജഗദീഷിന് യുവാക്കളായ ചലച്ചിത്ര പ്രവർത്തകരുടെയും മറ്റുമൊക്കെ പിന്തുണ ഇക്കാര്യത്തിൽ ഈ സംഘടനയ്ക്കകത്ത് ലഭിച്ചു എന്നുകൂടിയാണ്. ഒരു സ്വയം നവീകരണം AMMA അമ്മ എന്ന സംഘടനയ്ക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ജഗദീഷേട്ടന്റെ ആ പത്രക്കാരോടുള്ള സംസാരത്തിൽ തന്നെ അതിന് ആർജവമുള്ള ആളുകൾ അതിനകത്ത് തന്നെ ഉണ്ടെന്നുള്ളതിന്റെ അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് കൂടാതെ തന്നെ പുതിയ തലമുറയിലെ നടീനടന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും അതിനകത്ത് എന്റെ അറിവിൽ ഒരു 500-ൽ പരം ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആക്ടേഴ്സ് ആയിട്ട്. അപ്പോ അവരൊക്കെ അതിലെല്ലാവരും എന്താ പറയുന്ന ഒരേപോലത്തെ ആളുകളല്ലല്ലോ. അപ്പൊ അതിനകത്തുനിന്നും വിഭിന്നങ്ങളായിട്ടുള്ള സ്വരങ്ങൾ ഉണ്ടാവുന്നു, സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു, അവിടെ കുറെ കൂടെ ജനാധിപത്യം കടന്നു വരുന്നു എന്നൊക്കെയുള്ളത് ശുഭലക്ഷണമാണ്. പണ്ട് നമ്മൾ കാറ്റും വെളിച്ചവും കടത്തി വിട്ടാൽ ഈ പ്രസ്ഥാനം ഇല്ലാതാകുമെന്ന് MN വിജയൻ CPM-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മയും ഈ കാറ്റും വെളിച്ചവും കടക്കാൻ വലിയ തോതിൽ വിസമ്മതിച്ച് നിന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. അമ്മയ്ക്കകത്തേക്ക് കാറ്റും വെളിച്ചവും കടക്കുകയാണ്, അത് ജനാധിപത്യ നിലയിൽ പുനർനിർമ്മിക്കപ്പെടുകയാണെന്ന് പറയുമ്പോൾ ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇനി വരുന്ന നേതൃത്വം എന്ത് എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ വളരെ സെൻസിറ്റീവായി സെൻസിബിളായി വർത്തമാനം പറയുന്ന ചലച്ചിത്ര പ്രവർത്തകരുണ്ട്. അവർ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരികയാണ്, അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെയും അത് ആ സംഘടന എടുക്കേണ്ട ജനാധിപത്യ തീരുമാനമാണ്. അത് അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല ആളുകൾക്കും നിറയെ ജോലികൾ ഉള്ളതുകൊണ്ട് ഇതിന് സമയം കണ്ടെത്തുകയൊക്കെ പ്രയാസമായിരിക്കും. എല്ലാവർക്കും ഇതൊരു വലിയ ഉത്തരവാദിത്തമാണല്ലോ. ഇനി കുറെ കൂടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഘടനയായിട്ട് ഇത് മാറും. അപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആര് തയ്യാറാവുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലുപരി ഇതിന്റെ ഡിസിഷൻ പറയേണ്ടത് ഒരു നോമിനേഷൻ, ഒരാൾ മറ്റേയാളെ നോമിനേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഗതികളല്ലാതെ ജനാധിപത്യ രീതിയിൽ ആർക്കും മത്സരിക്കാവുന്ന, ആർക്കും സ്വന്തം അഭിപ്രായങ്ങൾ പറയാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലൊരു സമ്പ്രദായം കണ്ടെത്താനാവുമല്ലോ. അത് അവർ ചെയ്യുന്നതാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായും.